പടങ്ങൾക്കൊന്നും സെൻസറിങ് അനുവദിക്കാൻ പാടില്ലാത്ത സെൻസർ ബോർഡ് എന്തിനാണെന്ന് ചോദ്യം ചെയ്യാവുന്ന പടമാണ് മാർക്കോ. അതെങ്ങനെ സെൻസർ ചെയ്തു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പിൻബലമൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തതാണ്. എന്ന് പറഞ്ഞ പോലെ നന്മ ജയിക്കുകയും തിന്മ തോൽക്കുകയും ചെയ്യുന്നതാണല്ലോ സിനിമ. എന്നിട്ട് എന്താ നമ്മൾ നന്നാവാത്ത പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ കാശ് മുടക്കിയാൽ ഞാൻ ഇതിൻ്റെ അപ്പുറം എടുക്കുമെന്ന്. അത് വീട്ടിൽ കൊണ്ട് കാണിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാപ്പെടാനൊന്നും ഇല്ലെങ്കിലേ പേടിയൊന്നും വരില്ല. എനിക്ക് നാളെ മമ്മൂട്ടിയെ പറഞ്ഞാൽ നാളെ മമ്മൂട്ടി ഡേറ്റ് തരില്ലേ എന്ന് ആലോചിക്കാതിരുന്ന പ്രശ്നമില്ല. പിന്നെ നമ്മൾ ശരിയായിരിക്കണം. ഇപ്പം ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, സിനിമ കണ്ടാലൊന്നും അങ്ങനെ വഴിതെറ്റൊന്നും എനിക്ക് ഉദ്ദേശിച്ചില്ല. പക്ഷേ സിനിമയിൽ കാണിക്കുന്നത് തെമ്മാടിത്തരം, ഈ മാർക്കോ പോലുള്ള പടങ്ങളിൽ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരം. വിമർശനങ്ങൾ വരട്ടെ, നല്ലതും ചീത്തയും വരട്ടെ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങളതിൽ നല്ലതും ചീത്തയും പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ നിങ്ങൾ തന്നെ നോക്കിയാൽ. ട്രെയിലർ കാണിക്കുന്നുണ്ട് ഞെട്ടിപ്പോകും. ഒരു ഇംഗ്ലീഷ് പടം പോലെയാണ് കാണിക്കുന്നത്. വലിയ പ്രതീക്ഷയുള്ള പടമാണ്, ഓടേണ്ട പടമാണ്. ശ്രീനിവാസൻ പറഞ്ഞത് പടം തുടങ്ങി പടം തീരുന്നതിന് 5 മിനിറ്റ് മുമ്പ് വരെ ഈ നായകൻ ഏകപൊടിസവനൊക്കെ പിടിച്ച് ബലാത്സംഗമൊക്കെ ചെയ്ത് അട്ടഹസിച്ച് നടക്കും. പടം തീരുന്ന ഈ തിയേറ്ററിലിരിക്കുന്ന 1000 പേർക്കും അതിലെ നായകനും നായികയും അറിയാം പടം തീരുന്നതിന് 2 മിനിറ്റ് മുമ്പ് അവൻ ചത്തുപോകുന്നു. അതുകൊണ്ട് ശ്രീനിവാസൻ പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും പാവപ്പെട്ട കഥാപാത്രം എന്ന് വെച്ചാൽ വില്ലൻ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നന്മ ജയിക്കുകയും തിന്മ തോൽക്കുകയും ചെയ്യുന്നതാണല്ലോ സിനിമ. എന്നിട്ട് എന്താ നമ്മൾ നന്നാവാത്ത? അപ്പോൾ സിനിമ കണ്ടതും ആരും വഴിയേറ്റൊന്നും എനിക്ക് തോന്നില്ല. കുറച്ച് പിള്ളേർ ചിലപ്പോൾ ആ വേഷഭൂഷാദികളൊക്കെ ഇട്ട് നടക്കും എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നില്ല അങ്ങനെ നടക്കുമെന്ന്. ഈ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല വന്നപ്പോൾ വെഞ്ഞാറമ്മൂടുള്ളപ്പോൾ ഈ കൂട്ടക്കൊല വന്നപ്പോൾ ധാരാളം പേര് മാർക്കോയൊക്കെ പറയുന്നു. മാർക്കോ പണികൾ സിനിമകൾ മാർക്കോ പോലുള്ള പടങ്ങൾക്കൊന്നും സെൻസറിങ് അനുവദിക്കാൻ പാടില്ലാത്ത സെൻസർ ബോർഡ് എന്തിനാണെന്ന് ചോദ്യം ചെയ്യാവുന്ന പടമാണ് മാർക്കോ. അതെങ്ങനെ സെൻസർ ചെയ്തു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പിൻബലമൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തതാണ്. കുട്ടികളെ വലിച്ചെറിഞ്ഞതെന്ന് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവൻ പറഞ്ഞു കേട്ടില്ല, എൻ്റെ കാശ് മുടക്കിയാൽ ഞാൻ ഇതിൻ്റെ അപ്പുറം എടുക്കുമെന്ന്. അത് വീട്ടിൽ കൊണ്ട് കാണിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നാട്ടുകാരിങ്ങനെ വഴിതെറ്റിക്കാനായിട്ട് കൊണ്ടുവരണത് ഭയങ്കര ബോറാണ്. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. എന്താ പറയുക, നമ്മൾ സിനിമയിലൂടെ നല്ല സന്ദേശം കൊടുത്താലൊന്നും ഇപ്പോൾ ആരും കാണില്ല. ഇപ്പോൾ എല്ലാവർക്കും മാർക്കോ മതിയാണ്. അത് നമ്മുടെ തലമുറയുടെ മാറ്റമാണ്. സിനിമ കണ്ടിട്ടാണ് അല്ല ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ട കേരളത്തിലാണ് ഉണ്ടായത്. ശോഭ ജോൺ അറിയോ? ശബരിമലയിലെ മേൽശാന്തി വിളിച്ചുകൊണ്ട് നഗ്ന ഫോട്ടോ എടുത്ത തന്ത്രിയെ, നമ്മളെ കണ്ടര് മറ്റേ ഇയാളില്ലേ രാഹുൽ ഈശ്വറിൻ്റെ അമ്മാവനെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ട ജനിച്ച നാടാണ് കേരളം. പിന്നെ കാമുകനോടെ പോകാൻ വേണ്ടി സ്വന്തം കുട്ടിയെയും സ്വന്തം ഭർത്താവിനെയും കൊല്ലാനായിട്ട് ടെക്നോ പാർക്കിൽ ഒരു പെൺകുട്ടി കൊല ചെയ്ത നാടാണ് കേരളം. ഇതൊന്നും സിനിമ വന്നിട്ടില്ല. ഒന്നും വേണ്ട. PC ജോർജിൻ്റെ പോലെ ഒരാൾ മലയാള സിനിമയിലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ സിനിമ കണ്ടിട്ടൊന്നും അല്ല ആളുകൾ PC ജോർജ് തെറി വിളിക്കുന്നത്, സിനിമ കണ്ടിട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, സിനിമ കണ്ടാലൊന്നും അങ്ങനെ വഴിതെറ്റൊന്നും എനിക്ക് ഉദ്ദേശിച്ചില്ല. പക്ഷേ സിനിമയിൽ കാണിക്കുന്നത് തെമ്മാടിത്തരം, ഈ മാർക്കോ പോലുള്ള പടങ്ങളിൽ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ. ഈ സത്യം വിളിച്ച് പറഞ്ഞതിൽ പേടി അങ്ങനെയൊന്നുമില്ല. കാരണം ധാരാളം കമൻറ്റ് നഷ്ടപ്പെടാനൊന്നും ഇല്ലെങ്കിലേ പേടിയൊന്നും വരില്ല. എനിക്ക് നാളെ മമ്മൂട്ടിയെ പറഞ്ഞാൽ നാളെ മമ്മൂട്ടി ഡേറ്റ് തരില്ലേ എന്ന് ആലോചിക്കാതിരുന്ന പ്രശ്നമില്ല. പിന്നെ നമ്മൾ ശരിയായിരിക്കണം. ഇപ്പം ഞാൻ ഒരു ശ്രീപീഡനത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ പീഡിപ്പിക്കാത്ത ആളായിരിക്കണം. ഞാൻ മദ്യപാനത്തിൻ്റെ ദോഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മദ്യപിക്കാത്ത ആളായിരിക്കണം. ഞാനൊരു പറ്റിപ്പിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആരെയും പറ്റിക്കാത്തതായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ ആർക്കും എന്തും പറയാം. അതില്ലാത്തവർക്കാണ് ഈ മനസ്സിലൊരു ഞാൻ ചെയ്തത് വെളി വരില്ല എന്നുള്ള പേടി വരണം. എനിക്കതില്ല. ചേട്ടൻ്റെ വീഡിയോസിന് താഴെ കമൻറ്റ് നെഗറ്റീവും പോസിറ്റീവും വരാണ്. വരുന്ന പോസിറ്റീവ് കമൻറ്റിലെല്ലാം മഹാത്മാഗാന്ധിയെ കൊന്നിട്ട് മഹാത്മാഗാന്ധിയെ തെറി വിളിക്കുന്ന നാടാണ്. അപ്പോൾ ഒന്നുമല്ലാത്ത എന്നെ അതിലൊന്നും ഒരു കാര്യമാക്കണ്ട. വിമർശനങ്ങൾ വരട്ടെ, നല്ലതും ചീത്തയും വരട്ടെ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങളതിൽ നല്ലതും ചീത്തയും പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ നിങ്ങൾ തന്നെ നോക്കിയാൽ അത്രയേ ഉള്ളൂ. അല്ലാതെ വിമർശനങ്ങൾക്ക് അതീതനാണോ ഞാൻ? അല്ലല്ലോ. എനിക്ക് ശരിയെന്ന് തോന്നുന്നു പറയുന്നു, അത്രയേ ഉള്ളൂ. മലയാളത്തിൽ നിന്നൊരു വലിയ പടം വരുന്നത് എമ്പുരാൻ. അപ്പോൾ അത് കാണുന്നുണ്ട്. പ്രതീക്ഷ എങ്ങനെയാണ് അതിൻ്റെ? ട്രെയിലർ കാണിക്കുന്നുണ്ട് ഞെട്ടിപ്പോകും. ഒരു ഇംഗ്ലീഷ് പടം പോലെയാണ് കാണിക്കുന്നത്. വലിയ പ്രതീക്ഷയുള്ള പടമാണ്, ഓടേണ്ട പടമാണ്. ഓടട്ടെ, അതൊക്കെ ഓടട്ടെ. മലയാള സിനിമയ്ക്ക് എന്തായാലും ഒരു പുതിയൊരു വഴിത്തിരിവാകുമോ? ഇവിടെ വഴിത്തിരിവായ പടം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തോ ഓഫീസർ ഓൺ ഡ്യൂട്ടി, മനോഹരമായ സിനിമയല്ലേ. ഓടട്ടെ. അങ്ങനെ ഞങ്ങളെ ക്ഷേമനിധിയിലൊക്കെ സെസ് അടച്ച് പാവം 4000 രൂപ പെൻഷൻ കൊടുക്കുന്നവർക്കൊക്കെ പെൻഷൻ കിട്ടട്ടെ.